കേരളത്തിലേക്ക് വീണ്ടും വന്നു കഴിഞ്ഞാൽ പാലക്കാട് അങ്ങനെ ഒരു പെട്ടികളൊന്ന് തുറന്നു വിടും. 1116 അങ്ങനെ തട്ടി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? 1116 വോട്ടുകൾക്ക് പാലക്കാട് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ മുന്നിൽ. 1890 വോട്ടുകൾക്ക് ചേലക്കരയിൽ UR പ്രദീപ് മുന്നിലാണ്. വയനാട്ടിലേക്ക് വന്നാൽ 27,603 വോട്ടുകൾക്ക് പ്രിയങ്ക വാദ്ര മുന്നിലാണ്. മഹാരാഷ്ട്രയിൽ 110 BJP സഖ്യം, 85 കോൺഗ്രസ് സഖ്യം, മറ്റുള്ളവർ 6 ഇനി ജാർഖണ്ഡിലേക്ക് വന്നാൽ BJP സഖ്യം 35 JMM കോൺഗ്രസ് സഖ്യം 29 അവിടെ 7 മറ്റുള്ളവർ മുന്നിലാണ്. അത് ശ്രദ്ധിക്കണം. കാരണം തെരഞ്ഞെടുപ്പ് ഫലം അങ്ങനെ വന്നു ഇരിക്കുമ്പോഴും ഫലസൂചനകൾ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ മറ്റുള്ളവർക്ക് പ്രാധാന്യമേറും, അവരെ പരിഗണിക്കുന്നതിൽ പ്രാധാന്യമേറും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഏതായാലും പാലക്കാട് ഇപ്പോഴും 1116 എന്ന അക്കം തന്നെയാണ്. അരുണാലത്തൂറൊപ്പം ചേരുന്നു. അരുണാലത്തൂർ 1116 കണ്ടെങ്ങനെ ബോറടിക്കുന്നു. തട്ടി തുറന്നു വിടുക പെട്ടി. പ്രദീപുള്ള ഏറ്റവും പുതിയ സാധനം ആദ്യ റൗണ്ട് പൂർത്തിയാവുമ്പോൾ 1166 വോട്ടുകൾക്ക് പാലക്കാട് BJP ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. 1166 വോട്ടുകൾക്ക് EVM മെഷീന്റെ ആദ്യ റൗണ്ട് പൂർത്തിയാവുമ്പോൾ BJP ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് 50 വോട്ടുകൾ കൂടിയിട്ടുണ്ട്. C കൃഷ്ണകുമാറിന് കൂടിയിട്ടുണ്ട്. 1116 എന്നുള്ളത് 1166 ലീഡായി മാറുന്നു. ആദ്യ റൗണ്ട് വോട്ടെണ്ണൽ അവസാനിക്കുന്നു. സരിൻ പറഞ്ഞത് ആദ്യ 7 റൗണ്ടുകളിൽ NDA സ്ഥാനാർത്ഥി മുന്നിലെത്തുമെന്നാണ്. അതിൽ ഒരു റൗണ്ടിലെത്തി. സരിൻ പ്രവചിച്ചത് ശരിയാണ്. വലിയ എക്സിറ്റ് പോൾ ആയിരുന്നു സരിൻ ഇന്ന് രാവിലെ പുറത്തുവിട്ടത്. അതിൽ ആദ്യ റൗണ്ടിൽ ഇപ്പോഴും മുന്നിലാണ്. 1166 വോട്ടുകൾക്ക് C കൃഷ്ണകുമാർ മുന്നിലാണ്. പാലക്കാട് 1166 വോട്ടുകൾക്ക് C കൃഷ്ണകുമാർ മുന്നിൽ. ചേലക്കരയിൽ LDF മുന്നിൽ, വയനാട്ടിൽ UDF മുന്നിൽ. പാലക്കാട് വിരിയുമോ താമര അറിയാനിനി ഏതാനും നിമിഷങ്ങൾ മാത്രം. മുനിസിപ്പാലിറ്റി കഴിയുമ്പോൾ മുനിസിപ്പാലിറ്റിയിലെ ലീഡ് നില എത്ര? അത് കഴിഞ്ഞ തവണത്തെക്കാൾ മുന്നിലെത്തിയോ? പഞ്ചായത്തുകളിലേക്ക് കടക്കുമ്പോൾ വ്യത്യാസം. കഴിഞ്ഞ തവണത്തെ കുതിപ്പിനൊപ്പം എത്താനാകുമോ? ഈ 7000-ഓളം എന്ന ഈ ശ്രീധരന്റെ മെട്രോമാന്റെ ലീഡ് അത് 10,000-ത്തിനപ്പുറത്തേക്ക് എത്തിക്കാനായാൽ ഈ ചിരി തുടരും, ഒരു സംശയവും വേണ്ട. കാരണം കണ്ണാടിയിൽ, മാത്തൂരിൽ, പിരായിരിയിലൊക്കെ പോളിംഗ് വളരെ കുറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. മറ്റൊന്ന്, സരിന്റെ സ്ഥാനാർത്ഥിത്വം രാഹുൽ മാങ്കൂട്ടത്തിലെ സഹായിച്ചോ എന്നൊരു ചോദ്യം രാഷ്ട്രീയ ഉപരിതലത്തിൽ സജീവമായി ഉണ്ടായിരുന്നല്ലോ. അത് എന്താകുമെന്നറിയാനുള്ളൊരു കാത്തിരിപ്പുണ്ട്. ഈ ഫലം NDAക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കോൺഗ്രസിലുണ്ടാകാൻ പോകുന്നത് വലുതായിരിക്കും. ഷാഫി പറമ്പിൽ എന്ന യുവ നേതാവിനെ കാട്ടി ശൈലേ ടീച്ചർ അവരെ തോൽപ്പിച്ച തലത്തിലേക്ക് എത്തിച്ച് വലിയൊരു നേതാവായി ഉയർത്തിക്കാട്ടാൻ കോൺഗ്രസ് വെമ്പി നിൽക്കുന്ന സമയത്താണ് ഷാഫി പറമ്പിൽ പോലും പ്രതിരോധത്തിലാകുന്ന തരത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിത്വം വരുന്നത്. ഷാഫി പറമ്പിൽ എന്ന നേതാവിനെ എങ്ങനെ ഇത് ബാധിക്കുമെന്ന് നമ്മൾ കാത്തിരുന്നു കാണണം. VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെ വലിയ പ്രതീക്ഷയോടെ ജയിച്ചിരിക്കും എന്ന് പറഞ്ഞയാളിനെ എങ്ങനെ ഇത് ബാധിക്കും എന്നറിയണം. കെ സുധാകരൻ അധികം മിണ്ടിയിട്ടില്ല എന്നുകൂടി നമ്മൾ ഓർക്കണം. ഏറ്റവും ശ്രദ്ധേയം, ചുവട് മാറിക്കൊണ്ട്, കാല് മാറിക്കൊണ്ട്, പാർട്ടി മാറിക്കൊണ്ട്, ഇടതുമുന്നണിയിലേക്ക് ചേക്കേറിക്കൊണ്ട് P സരിൻ നടത്തിയ ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ കടന്നാക്രമിച്ചത് 2 പേരെയായിരുന്നു. VD സതീശനെയും ഷാഫി പറമ്പിലിനെയും. കൃത്യമായ മുനകളായിരുന്നു, കൃത്യമായ ആക്രമണമായിരുന്നു, കൃത്യമായ ആരോപണങ്ങളായിരുന്നു, അക്കമിണ്ടെട്ടിന് എണ്ണിയ ആക്ഷേപങ്ങളായിരുന്നു ഉന്നയിച്ചത്. അത് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയത്തിൽ എന്തെങ്കിലും പ്രതീക്ഷ ബാക്കി വയ്ക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം സരിൻ്റെ സ്ഥാനാർത്ഥിത്വം കൂടിയായിരുന്നു. സരിൻ വരുമ്പോഴേക്കും അരിവാൾ ചുറ്റിക നക്ഷത്രമല്ലാതെ ഒരു ചിഹ്നത്തിലേക്ക് CPM-കാർ വോട്ടിടുമോ എന്നൊരു ചോദ്യം. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഒരു അന്തർധാര സജീവമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. ആ അന്തർധാര ഇത്തവണ കൂടുതൽ സജീവമാകുമോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. കാരണം P സരിൻ തലേന്നാൾ വരെ പിണറായി വിജയനെ എന്തും പറഞ്ഞ് നടന്നിരുന്ന ഒരാൾ വളരെ പെട്ടെന്ന് ഇടതുപക്ഷത്തേക്ക് വന്ന് അവിടെ പറഞ്ഞതൊക്കെ വിഴുങ്ങി എതിരെ പറയുന്ന ഒരാളായി മാറി സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ ജയിക്കുമോ എന്നൊരു ചോദ്യം എവിടെയും കേട്ടിരുന്നില്ല. പക്ഷേ സരിൻ വന്നതോടെ ആ വോട്ടുകൾ കൂടുതലായി അന്തർധാരയിലൂടെ മറുവശത്തെത്തുമെന്ന പ്രതീക്ഷയായിരുന്നു UDF-നുണ്ടായിരുന്നത്. അത് എത്ര കണ്ട് ഇനിയും പ്രതീക്ഷ വയ്ക്കണമെന്നൊരു ചോദ്യമാണ്. കാര്യം ആദ്യ റൗണ്ട് എണ്ണുമ്പോൾ കൃത്യമായൊരു മേൽക്കൈ നേടുന്നുണ്ടല്ലോ പാലക്കാട് C കൃഷ്ണകുമാർ. 1160 വോട്ടുകൾക്ക് അവിടെ മുന്നിലാണ്. അപ്പോഴും ഞാൻ ഒന്നുകൂടി പറയട്ടെ, മെട്രോമാന് നേടാനാവാതെ പോയത് പാലക്കാട്ടുകാരുടെ സ്വന്തം ചെയർമാൻ
നേടുമോ? മെട്രോമാൻ നേടാത്തത് ചെയർമാൻ നേടുമോ എന്നുള്ള ചോദ്യം. ഒപ്പം ആ ഒരു വെല്ലുവിളി, ആ ഒരു മുദ്രാവാക്യം അതായിരുന്നു BJP മുന്നോട്ട് വച്ചത്. മെട്രോമാനോട് ചെയ്ത അപരാധത്തിന് പശ്ചാത്താപമാകട്ടെ യുക്കുറി വോട്ട് എന്നുള്ളതായിരുന്നു മുന്നോട്ട് വച്ച. ആ പറഞ്ഞതിൽ വ്യക്തമായും കൃത്യമായും സത്യമുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതായിരുന്നു പാലക്കാട് ഇതുവരെ നടന്ന വികസന പ്രവർത്തനങ്ങൾ. കേന്ദ്ര പദ്ധതികൾ മാത്രം. സംസ്ഥാനത്ത് നിന്ന് ₹1 ഒരു പദ്ധതിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതും വ്യക്തം. ചൂണ്ടിക്കാട്ടിയത് ഓർക്കണം, കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന അതിഥികൾ, ഒരു മുഖ്യമന്ത്രി ആ മണ്ഡലത്തിൽ നിന്ന്, മറ്റൊരു മുഖ്യമന്ത്രി തൊട്ടടുത്ത് മലമ്പുഴയിൽ നിന്ന്, എന്നിട്ട് പാലക്കാടിന് എന്ത് കിട്ടി എന്ന ചോദ്യം ഉയർന്നിരുന്നു. അത് മാത്രമല്ല, നമ്മുടെ ചാനൽ മൈക്ക് എത്തുന്ന ഇടങ്ങളിലൊക്കെയും പൊതുജനം പ്രതികരിക്കുന്നുണ്ടായിരുന്നു. നഗരസഭയിൽ C. കൃഷ്ണകുമാർ ആരായിരുന്നു എന്ന്, ആരാണ് എന്ന്. അത് കൃത്യമായ വികസന പദ്ധതികൾ കൊണ്ടുവരാൻ കഴിഞ്ഞു. ജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങി ചെല്ലുന്ന പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ജനങ്ങൾക്ക് സ്വീകാര്യനായ ഒരു നേതാവായിട്ടാണ് NDA C. കൃഷ്ണകുമാറിനെ മുന്നോട്ട് വെച്ചത്. അതിൻ്റെ ഫലസൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പാലക്കാട്ട് നഗരപ്രദേശങ്ങളിൽ C. കൃഷ്ണകുമാറിനുള്ള സ്വാധീനം ആഴത്തിലാണ്. അത് നമ്മൾ ഒന്നുകൂടി പറയണം. ഇടതു കോട്ടകളിൽ ചെന്ന് അവിടെ വിജയം നേടിയ ആളാണ് C. കൃഷ്ണകുമാർ. കോൺഗ്രസിന്റെ നഗരസഭയുടെ അധ്യക്ഷനായിരുന്ന ആൾക്കെതിരെ പോയി മത്സരിച്ച് ജയിച്ച ആളാണ് C. കൃഷ്ണകുമാർ. അപ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയത്തിനപ്പുറം ആഴത്തിൽ ജനങ്ങളുമായി ബന്ധം സൂക്ഷിക്കുന്ന ഒരു നേതാവിന് വിജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കാനാവില്ല. അന്തർധാര സജീവമാണെങ്കിൽ മാത്രമേ ഭയക്കേണ്ടതുള്ളൂ എന്ന്. അതുമാത്രമല്ല, ഈ പ്രചാരണ കാലയളവിൽ പാലക്കാട് ഇങ്ങനെ വാദപ്രതിവാദങ്ങളായിരുന്നു LDF-ഉം UDF-ഉം നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ അപ്പോഴൊക്കെ NDA വളരെ പക്വതയോടുകൂടി വികസന അജണ്ട മാത്രം മുന്നിൽ വെച്ച് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. യാതൊരു തരത്തിലുള്ള അപക്വമായ പ്രസ്താവനകളോ അല്ലെങ്കിൽ രാഷ്ട്രീയ വിവാദങ്ങളോ ഒന്നും വരുത്താൻ NDA അപ്പോഴൊന്നും ശ്രമിച്ചിരുന്നില്ല. ശരിയാണ്. C. കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥി, അദ്ദേഹത്തിൻ്റെ ജനകീയത, ആഴത്തിൽ ജനങ്ങളുമായി സംവദിച്ചും വികസന പദ്ധതികൾ കൊണ്ടുവന്നുമുള്ള ശീലം, അതൊക്കെയാണ് BJP മുന്നോട്ട് വെച്ചത്. മറ്റൊന്ന് വികസന പദ്ധതികൾ. പാലക്കാട് എന്തൊക്കെ ഞങ്ങൾ ചെയ്തു, നഗരസഭാ അധ്യക്ഷനായിരുന്ന ഒരാൾ പാലക്കാട്ട് എന്ത് ചെയ്തു, പാലക്കാട് BJPയുടെ ഭരണത്തിൽ എന്താണ് സംഭവിച്ചത്, അതൊക്കെ അടിവരയിട്ട് പറയാനായിരുന്നു. കുടിവെള്ള പദ്ധതി അടക്കം പാലക്കാടിന്റെ അവസ്ഥ എന്തായിരുന്നു, ഇന്ന് എന്താണ്. അതേസമയം ഏറെ ജനകീയൻ എന്ന് പറയപ്പെടുന്ന ഷാഫി പറമ്പിൽ അവിടെ ചെയ്തു എന്നൊരു ചോദ്യവും ഉയർത്തി, ചൂണ്ടിക്കാട്ടി വികസനമെത്താത്ത ഇടങ്ങൾ, കുടിവെള്ളമില്ലാത്ത ഇടങ്ങൾ, അവികസിതമായ പ്രദേശങ്ങളൊക്കെയും ചൂണ്ടിക്കാട്ടിക്കൂടിയായിരുന്നു BJPയുടെ പ്രചാരണം. അല്ലെങ്കിൽ തന്നെ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഒരു ശൈലിയുണ്ട്. അത് കുറച്ച് വർഷങ്ങളായി പലയിടങ്ങളിൽ നമ്മൾ കാണുന്നതാണ്. വികസനമാണ് പ്രധാനം. ത്രിപുരയിൽ 30 വർഷത്തിലേറെ അവർ ഇടതുപക്ഷം ഭരിച്ചിട്ടും ആദ്യത്തെ ഫ്ലൈ ഓവർ വന്നത് BJP സർക്കാർ വന്നതിന് ശേഷമാണെന്ന് അവിടുത്തെ ജനങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ വികസനം ഒരു വശത്ത് ശക്തമായി, കേവല അവകാശവാദമല്ല, ചൂണ്ടിക്കാണിക്കാൻ, വികസനം എന്ന അജണ്ട അതുമാത്രമാണ് മുന്നിലേക്ക് വെക്കുക. ഞങ്ങൾ മറ്റിടങ്ങളിൽ ചെയ്യുന്നത് ഇതാണ്, ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ചെയ്തിരുന്നത് ഇതാണ്, അതിലേക്ക് നിങ്ങൾ നോക്കൂ, എന്നിട്ട് വോട്ട് ചെയ്യൂ എന്നാണ് BJP പാലക്കാട്ട് പറഞ്ഞുകൊണ്ടേയിരുന്നത്. അതിൻ്റെ ഒരു ശുഭ സൂചന 1166 വോട്ടുകളുടെ ലീഡായി ആദ്യ റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ C. കൃഷ്ണകുമാറിന് മുന്നിലെത്തിക്കുന്നു. വലിയ വിജയപ്രതീക്ഷയുടെ ഒരു സൂചനയാണത്. അക്കാര്യത്തിൽ സംശയം വേണ്ട. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 7000-ഓളം എന്ന നിലയിൽ നിന്ന് 10000-ഓളം എന്ന നിലയിലേക്ക് വന്നാൽ ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തലിന് കരയേണ്ടി വരും, സരിന് ചിരിക്കാതെ ഇരിക്കേണ്ടി വരും. ശിവദാസ് കന്മനമൊപ്പം ചേരുന്നു. ശിവദാസ്, പറയൂ. ാണ് 1116 വോട്ടുകൾക്കാണ് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ മുന്നിലെത്തിയിരിക്കുന്നത്. പലപ്പോഴും UDF ക്യാമ്പും അതോടൊപ്പം തന്നെ LDF ക്യാമ്പും തന്നെ പറഞ്ഞിരുന്നു, ഈ നഗരസഭയിൽ എണ്ണുമ്പോൾ അടക്കം ഇത്തവണ UDF-ഉം LDF-ഉം മുന്നേറ്റം ഉണ്ടാക്കും. പ്രത്യേകിച്ച് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു അത്തരത്തിൽ പറഞ്ഞിരുന്നത്. നഗരസഭയിൽ അടക്കം ഇത്തവണ UDF വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ നമുക്ക് ആദ്യ റൗണ്ട് എണ്ണുമ്പോൾ തന്നെ ഒരു വാർത്ത വരുന്നത് ലീഡ് 1300 ആയിരിക്കുന്നു. ശിവദാസ് കന്മനം, C. കൃഷ്ണകുമാർ ഇപ്പോൾ പ്രതികരിക്കുമോ? എന്താണ് അവിടെ കാണുന്ന കാഴ്ചകൾ, അത് പറയൂ. എവിടെയാണ് അദ്ദേഹം ഇരിക്കുന്നത്? അദ്ദേഹത്തിനൊപ്പം ശിവദാസ് കന്മനം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ശിവദാസ്, തീർച്ചയായും ഇപ്പോൾ വോട്ടുകൾ എണ്ണിക്കൊണ്ടിരിക്കുന്നു. ഓരോ ഘട്ടത്തിലും C. കൃഷ്ണകുമാർ ഇപ്പോൾ വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആ വോട്ട് മുന്നേറ്റം ഇപ്പോൾ നിലനിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. 1300-ഓളം വോട്ടുകൾക്കാണ് ഇപ്പോൾ C. കൃഷ്ണകുമാർ മുന്നിട്ട് നിൽക്കുന്നത്. നഗരസഭയിൽ അടക്കം C. കൃഷ്ണകുമാർ വോട്ട് എണ്ണുമ്പോൾ അദ്ദേഹം ഏറെ മുന്നിൽ തന്നെയാണ്.